അപ്പോൾ ഇത് ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ബാക്കിയാണ്. താജ്മഹൽസത്ത് പോയി എന്തൊക്കെ കണ്ട് എന്തൊക്കെ വാങ്ങി എന്നുള്ളത്. ഇതൊക്കെ ഈ ഫ്ലവേഴ്സൊക്കെ നിങ്ങൾ കണ്ടോ? ഇതിനൊക്കെ 10 റുപ്പീസേ ഉള്ളൂ. അതായത് ഒരു പൂവിന് നമുക്ക് ഏതൊക്കെ പൂവ് ഷെയർ ചെയ്ത് വാങ്ങണം അതൊക്കെ. പിന്നെ ഈ കപ്പൊക്കെ കണ്ടു, അടിപൊളിയാണ്. അടിപൊളി മീൻസ് നല്ല എസ്തറ്റിക് ലുക്കൊക്കെ തരുന്ന മോഡൽ കപ്പാണ്. ഇതിനൊക്കെ 100-ന് 6 പീസ് കിട്ടും. കുറച്ച് വലുതൊക്കെ വേണമെങ്കിൽ 150-ക്ക് 6 പീസ് കിട്ടും. പിന്നെ ഇതൊക്കെ മാറ്റിൻ്റെ സെക്ഷൻ. ഈ കാശ്മീരി മാറ്റില്ലേ നമ്മുടെ നിലത്ത് പിരിക്കുന്നത്. ഇവിടെ ഏത് വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെ ഹാളിൽ ഇങ്ങനെ പിരിച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. നമ്മുടെ നാട്ടിലും വലിയ ഹാളൊക്കെ ഉള്ള വീട്ടിലൊക്കെ വിരിച്ചാൽ നല്ല ക്ലാസ് ലുക്ക് കിട്ടും. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല, ഡെയിലി ആരുടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും. അതായത് നല്ല ഗായകന്മാർ ഡാൻസേഴ്സിൻ്റെ ഒക്കെ ഉണ്ടാവും. അന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ കുറച്ച് ക്രൗഡായതുകൊണ്ട് അവിടുന്ന് പല ടി വികളിലായിട്ട് അത് വെക്കും. അപ്പോൾ അത് കാണും. ഇതൊക്കെ ഫുൾ ഡ്രസ്സിൻ്റെ ഏരിയ. കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയ്ക്ക് നല്ല കുർത്ത സെറ്റായി കഴിഞ്ഞാലും അയ്യോ ഒന്നും പറയണ്ട. പക്ഷേ റേറ്റ് ഉണ്ട് മീൻസ് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് അത്രയില്ല. എങ്കിലും 1000-ലൊക്കെ നല്ല കുർത്താസ് കിട്ടും. സാരിയൊക്കെ 100 രൂപക്കൊക്കെ വിൽക്കും. പക്ഷെ മറ്റേ പോളിസ്റ്റർ ടൈപ്പ് ഒരു സാരിയില്ലേ പൊന്തി കിടക്കുന്ന, അതായിരിക്കും ഞാൻ കൊണ്ട് മേടിച്ചില്ല. ഇതൊക്കെ നോക്കി ഗേൾ ബേബീസിനൊക്കെ എന്ത് രസം ഉണ്ടാവില്ലേ. ഞാൻ ഇതൊക്കെ നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കി നടക്കും. ഡ്രസ്സിൻ്റെ ഏരിയ, ബാഗ്, ചെരുപ്പൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ലോകത്താണ്. കുട്ടിയും അച്ഛനും ചക്കിയും വാങ്ങിയൊന്നും എനിക്ക് വേണ്ട. ഞാനങ്ങനെ എൻ്റെ ഇഷ്ടത്തിനെ നടന്ന് എല്ലാം നോക്കി വെക്കും. പിന്നെ മൊത്തം ഈ ഇന്ത്യയിലെ പല സ്ഥലത്തുകളുണ്ടാകുന്ന മോഡലുണ്ടാവും. ഈ ബനാറസി സാരി അല്ലെങ്കിൽ മറ്റേ കാശ്മീരി ചുരിദാർ, സൽവാർ, അങ്ങനത്തെയൊക്കെ ആയിരിക്കും അധികം ഉണ്ടാവുക. പുറം നാട്ടിലിപ്പോൾ ഫോറിനേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനോടൊക്കെ അല്ലേ താല്പര്യം. പിന്നെ നമ്മളായിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് കാണുന്നതിനെക്കാട്ടി കൂടുതൽ മറ്റു നാട്ടിൻ്റെ സാധനം ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇവർ അങ്ങനത്തെയൊക്കെ ആയിട്ട് നിൽക്കും. ഇത് കണ്ടോ, മാലയും വളയൊക്കെ മറ്റേ മോഡലിൽ. അത് ചെരുപ്പ്, ബാഗ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഫുൾ ഒരു ഏരിയ മൊത്തം ഈ പ്രാവശ്യം ഇവർ ഇത് മാത്രമൊക്കെയാണ് വെച്ചത്. നമ്മൾ മൊത്തം ഒന്ന് കറങ്ങി ഫുള്ളായിട്ട് ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പം തന്നെ നമ്മൾ പറഞ്ഞു തന്നാൽ പിന്നെ വേറൊരു ദിവസം കൂടി വരാൻ പറഞ്ഞിട്ട് നമ്മൾ 2 ദിവസം ഇത് കാണാൻ പോയിട്ടുണ്ട്. അന്നങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. കാരണം ഇതെന്നെ നിങ്ങളിൽ എത്തിക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇനി താജിൽ ഒക്കെ വരികയാണെങ്കിൽ ഒരു ഫെബ്രുവരി ടൈം വരികയാണെങ്കിൽ നല്ല ക്ലൈമറ്റും ആയിരിക്കും. ഒരു തണുപ്പ് കുറഞ്ഞ് ചൂടെത്തിയിട്ടുണ്ടാവില്ല. പിന്നെ ഇതുപോലത്തെ താജ്മഹോത്സവം കണ്ട് അടിപൊളിയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് താജ്മഹോത്സവത്തിൻ്റെ ഒരു ചെറിയ ഭാഗം. ഇത് ഫുള്ളും കാണണമെങ്കിൽ അത് വന്ന് തന്നെ കാണണം, അത്രയ്ക്കും ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആഗ്രഹ വിശേഷമായി വരാം.